ഹലോ ഗായ്സ്, കിണറ്റിലെ വരാൽ പിടുത്തം ഡേ 6 ആണ് ഗായ്സ്. നമ്മൾ 5 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നീലവാഹന പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുൻപ് 4 വരാൽ മീൻ നമ്മൾക്ക് ഈ കിണറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെറുതാണ്. അതിനേക്കാൾ വലിയ ഒരു നീലവാഹിന ഗായ്സ് ആ കിണറ്റിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഈ കിണറ്റിലെ വരാൽ പിടുത്തം എപ്പോൾ അവസാനിക്കുന്നു ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ. ആ വലിയ നീലവാഹിനിയും അവൻ്റെ ഈ കുടുംബത്തിനെയും എനിക്ക് പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുവരെ നമ്മൾക്ക് ഇതുവരെ ഇങ്ങനെ തുടർന്നിട്ടേ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അത്രയും വലിയ മീനാണ് ഗായ്സ്. ഇത്രയും വലിയ തല, അതിൻ്റെ വാലൊക്കെ കണ്ട് എന്ത് നല്ല ഭംഗിയുള്ള വാലാണ് ഗൈസ്. പിന്നെ അതുമാത്രമല്ല, ഈ കിണറ്റിൽ വലിയ മീനുകളുള്ളത് ഈ പഞ്ചായത്ത് മൊത്തം അറിഞ്ഞതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് മാത്രമേ പിടിക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് പോകും. പിന്നെ സ്ലിംഗ് ഷോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് ഗൈസ്. എനിക്ക് അത്രയ്ക്കുള്ള ആരോഗ്യമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ കൂടെ പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സ്ലിംഗ് ഷോട്ട്. പിന്നെ നമ്മൾക്ക് കുറച്ചുകൂടി കഴിയട്ടെ, നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നമുക്ക് അതൊക്കെ മേടിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഉള്ള ചൂണ്ടയിൽ ആ വലിയ വരാൽ കിട്ടിയാൽ തന്നെ ആ ചൂണ്ട പൊട്ടുന്ന നല്ല ഉറപ്പുണ്ട്. കാരണം അത്രയും വലിയ മീനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചെറിയ മീനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തവളയൊക്കെ കിട്ടിയതൊക്കെ ഇടാം. പക്ഷെ ആരോടും പറയരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഗൈസ് വരാലുണ്ടോ നോക്കാട്ടോ. വരാലിനെ കാണാനില്ല. ഇല്ല, ഗായ്സ് നമുക്ക് പതുക്കെ പോയിട്ട് കൊടുക്കട്ടോ. അയ്യോ, ഒരു മീനെ കോർത്തിട്ടുള്ളൂ. അവിടെ ഒരു മീനുണ്ട്, നോക്കട്ടെ. അയ്യോ, അവൻ പോയി തോന്നുന്നുണ്ട്. ഗായ്സ് കണ്ട നീലവാഹ. നമുക്ക് അവിടെ നിൽക്കാട്ടോ, എന്നിട്ട് അവൻ വരുമിട്ട് കൊടുക്കാം. ചത്ത മീനെ എല്ലാം ഓടുന്നുണ്ട് ഗായ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നീലവാഹ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് എന്തായാലും അവനെ പിടിച്ചിട്ട് പോവുള്ളൂ. ഇതുപോലെ 5 ദിവസം പറഞ്ഞെങ്കിലും ഇന്ന് അങ്ങനെയല്ല ഗൈസ്. ഇന്ന് നമ്മൾ എന്തായാലും പിടിക്കും. നമ്മൾക്ക് മിണ്ടാണ്ടിരിക്കാട്ടാ. തീ കണ്ടോ, കടുമീൻ കിട്ടി. അമ്മ നല്ല പിടച്ചിലുണ്ട്. നമ്മൾക്ക് വേഗം തന്നെ ഇവനെ എടുത്ത് വെള്ളത്തിലിടാം, അല്ലെങ്കിൽ കണ്ടോ നല്ല ഭംഗിയില്ലേ വാല് കാണാൻ. ഗൈസ് കണ്ടോ വലിയ മീന് ഗൈസ്, കണ്ടുപോലെ. ഗൈസ്, ഞാൻ 2 മീന് കോർത്തിട്ടിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ വീഡിയോ? എത്ര വലിയ വരാലാണെന്ന്. വരാലല്ല, നീലവാഹ. അപ്പോൾ നമ്മൾ നല്ല വലുത് ഗൈസ്, അത്രയും വലുത്. അപ്പോൾ ഇപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ മീനിലൊന്നും ആ നീലവാഹ കുത്തുന്നില്ല കേട്ടോ. അവനിക്കൊരു മൈൻഡും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ തവളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക്, പറമ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊന്നും അങ്ങനെ തവള കിട്ടാറൊന്നും ഇല്ല. എന്നാലും നമ്മൾ നോക്കാട്ടോ. പിന്നെ പാറ്റ കുറേ സ്ഥലത്ത് തപ്പിയിട്ട് പാറ്റ കിട്ടിയില്ല. അപ്പം ഇന്ന് നമ്മൾ ഒരു തവളയെങ്കിലും കിട്ടിയാൽ മതി പറഞ്ഞിട്ടിരിക്കണേ. പക്ഷെ ആ നീലവാഹ തീറ്റ എടുക്കണ പോലുമില്ല. അതാണ് എനിക്ക് സങ്കടം. നോക്കാം ഗൈസ്, നമ്മൾക്ക് ഇവിടെയൊന്നും ആരുമില്ല. നമുക്ക് തവളന്ന് എവിടെന്നെങ്കിലുമൊക്കെ പിടിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു വരമ്പിൻ്റെ സൈഡ് എത്താറായി. അപ്പം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണണം. ഗായ്സ് കണ്ടോ അവൻ്റെ തലയെ ഇത്ര വലുത്. അപ്പോൾ അവൻ്റെ ശരീരം എത്ര വലുതായിരിക്കും. അമ്പോ, നല്ല സൈസുള്ള തല. എൻ്റെ കയ്യിനേക്കാൾ നല്ല തടിയുണ്ട് അവൻ്റെ തല. ചിന്തവനെ ഇപ്പം ഇങ്ങനെ പിടിക്കും. ഗായ്സ്, നമ്മുടെ പരീക്ഷണം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതില്ലേ മറ്റേ മൈദയും പെല്ലറ്റും മഞ്ഞളും കൂടി കുഴച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിട്ടാൽ കിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾക്ക് പരീക്ഷിക്കണമല്ലോ. മീനിൽ പോലും കിട്ടണില്ല ഗൈസ്. പിന്നെ ഇത്രയും വലിയ ഉണ്ട തിന്നാനുള്ള മീനുണ്ടോ ചോദിച്ചാൽ അത്രയും വലിയ വരാലാണ് ഗൈസ്. നമ്മൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഇത് റെഡി ആയില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല. ഗൈസ് കണ്ട അവൻ്റെ വായു കണ്ടാ നിങ്ങൾ, അത്രയും വായു. ഇതൊക്കെ ചെറുത്ത് ഇത് തിന്നെ. നമുക്ക് അവിടെ തന്നെ പോയിട്ട് കൊടുക്കാം കേട്ടോ. മേലാകെ വയ്ക്കാം, ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അത് മറ്റേ കടുമീനാണ്. കുറേ കടുമീനുണ്ട് ഗായ്സ്. ഇപ്പം വന്ന് അടിച്ചിട്ട് പോയത് കണ്ടോ വലുത്. ഞാൻ അവിടെ ഇല്ലേ,
ഒരു നമ്മുടെ ഫ്രോഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലടിക്കൊന്നുമില്ല, എന്നാലും ഒരു പരീക്ഷണം. പിന്നെ നമ്മൾ ഒരു ചെറിയ മീൻ കോർത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഗൈസ്. അതിന് ഇന്ന് പിടിച്ചില്ലെങ്കിൽ പിന്നെ പിടിക്കാൻ കിട്ടില്ല. ഗൈസ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അവനെ നമ്മൾ പിടിക്കണം. അതിന് ഇത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും. അയ്യോ, എന്തോ വലിച്ചു തിന്നിട്ട് പോയി. എന്താണ് ഗൈസ്, ഞാൻ അവിടെ തീറ്റിട്ടിട്ട് ചൂണ്ടയൊക്കെ അവിടെ വെച്ചിട്ട് ഞാനിവിടെ മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ പോയി എന്ന് അവൻ തെറ്റിദ്ധരിച്ചോട്ടെ. എന്നിട്ട് അവൻ വന്ന് തീറ്റ തിന്നുമ്പോൾ കൊടുത്തായിരിക്കും. ഗൈസ്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവനെ പിടിക്കണമെന്ന്. കാരണം അവൻ ഇത്ര എൻ്റെ കൈയിൻ്റെ അത്രയും നീളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിടിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടും ആശാൻ ഒരു അനക്കമില്ല. ഞാനിപ്പോൾ മാറിയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കാര്യം കൂടിയാണ് മാറി ഇങ്ങനെ ഇരിക്കല്. നമുക്ക് ഇട്ടോ നോക്കാട്ടോ ഗൈസ്. നമ്മൾ തീറ്റിട്ടിട്ട് കുറച്ച് നേരമായി. എന്തായിന്ന് പോയി നോക്കാട്ടാ. ചിലപ്പോൾ മീനെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. എവിടെ നമുക്ക് നോക്കാം. എന്തൊക്കെയോ പൊള്ളം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചൂണ്ട. ചൂണ്ടയിൽ തീറ്റയൊക്കെ തിന്നിട്ട് പോയി ഗൈസ്. തീറ്റ തിന്നിട്ട് പോയി ഗൈസ്. നമ്മൾ ഉച്ചയ്ക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇത് ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുള്ള ഒരു 8 മണി 8:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. നമ്മൾ ഇന്ന് 18 അടവ് നോക്കി ഗൈസ്, എന്നിട്ടും കിട്ടുന്നില്ല. നമ്മൾ മണ്ണിര യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ മീൻ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പരൽ മീൻ യൂസ് ചെയ്തിട്ടില്ല, മറ്റേ പോട്ട മീൻ ഉപയോഗിച്ചു. അങ്ങനെ കുറേ സംഭവം നമ്മൾക്ക് കമൻറ്റ് വന്ന് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ട്രൈ ചെയ്ത് കിട്ടും. പക്ഷെ എന്നിട്ടും ആ വലിയ വരാലില്ലേ, മറ്റേ നീലവാഹ പറയണ മീൻ, അത് ഒരു തീറ്റ പോലും എടുക്കുന്നില്ല കേട്ടോ. അത് മേലെ വരുന്നുണ്ട്, നമ്മുടെ തീറ്റിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട്, പക്ഷേ തീറ്റ എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ സ്ലിംഗ് ഷോട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ട്രൈ ചെയ്യത്തുള്ളൂ. പിന്നെ പാറ്റ അത് കിട്ടണില്ല, നമ്മുടെ വീട്ടിലൊന്നും ഇല്ല. പിന്നെ അടുത്ത വീട്ടിലൊക്കെ കുറേ ചോദിച്ചു, അവിടെ ഒന്നും പാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പാറ്റ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു ഇന്ന് ആ മീനിന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു നീലവാഹിയല്ല കേട്ടോ, 2-3 നീലവാഹി ഉണ്ട്. കാരണം വലിയ വലിയ നീലവാഹിയാണുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആവേശം. പിന്നെ ആ മീൻ പിടിക്കുന്നത് വരെ എനിക്ക് ഒരു വെപ്രാളം ഉണ്ടാവും ഗൈസ്. കാരണം ആ മീനിനെ ഞാൻ നേരിട്ട് കണ്ടത് കൊണ്ടാവാം എനിക്ക് ഭയങ്കരമായിട്ട് ആ മീൻ പിടിക്കണം നല്ല ആഗ്രഹമുണ്ട്. സോ നമ്മൾ എന്തായാലും ഇന്നത്തെ പണി വാളിയിട്ടുണ്ട്. ഇന്ന് ഒരു ചെറിയ വരാൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ചെറിയ വരാല് കുറേ പേര് പിടിച്ചിട്ട് പോയി എന്നാണ് കേട്ടോ എനിക്ക് അറിയാൻ പറ്റിയത്. കാരണം വലിയ വരാൽ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ കാരണം അത് തീറ്റ എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടി നോക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തവളയില്ലേ, അത് നമ്മൾ രാത്രി ഇട്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ നോക്കി അറിയാൻ പറ്റും അതിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നേരം നിന്ന് നമ്മൾ നോക്കിയിടും, പക്ഷെ കിട്ടാത്തത് കൊണ്ടാണ്. കുഴപ്പമില്ല ഗൈസ്, എന്തായാലും ആ മീൻ പിടിക്കുന്നത് വരെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പം അത്രയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.